1950 ബ്രസീൽ ഉറുഗ്വേയോട് വേൾഡ് കപ്പ് ഫൈനലിൽ പരാജയപ്പെടുന്നു. അന്നുവരെ ആണുങ്ങൾ ഒരിക്കലും കരയില്ല എന്ന് തന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അച്ഛൻ പൊട്ടിക്കരയുന്ന കാഴ്ച കണ്ട് നിക്കോ എന്ന ചെറുപ്പക്കാരന് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമൊന്നായിരുന്നു. കരഞ്ഞുകൊണ്ടിരിക്കുന്ന അച്ഛൻ്റെ മുമ്പിലേക്ക് അവൻ മെല്ലെ മെല്ലെ ചെന്ന് അച്ഛനോടായി പറയുകയാണ്, "അച്ഛാ, താങ്കൾ ഇനി കരയരുത്. നമ്മുടെ രാജ്യത്തിനായി ഞാനൊരു വേൾഡ് കപ്പ് നേടിത്തരും." 9 വയസ്സ് മാത്രം പ്രായമുള്ള തൻ്റെ മകൻ്റെ വാക്ക് കേട്ട് അച്ഛൻ ഒരു ചെറുപുഞ്ചിരി സമ്മാനിച്ച് വീട്ടിലേക്ക് മടങ്ങുന്നു. ദാരിദ്ര്യം കൊടികുത്തി വാണിരുന്ന ബ്രസീലിൽ അത്ര സുഖകരമല്ലായിരുന്നു നിക്കോക്കുണ്ടായിരുന്നത്. എന്നാലും തൻ്റെ അച്ഛന് നൽകിയ വാക്ക് പാലിക്കാൻ രാപ്പകലില്ലാതെ അവൻ കഷ്ടപ്പെട്ടു. കാലം അതിൻ്റെ കുത്തൊഴുക്കിൽ സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു. 1958 വേൾഡ് കപ്പ് വെറും 17 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ അഴിഞ്ഞാടുന്ന കാഴ്ച കണ്ട് അന്നുവരെ ബ്രസീലിനെ തള്ളിപ്പറഞ്ഞ ഓരോ ആരാധകരും അവൻ്റെ പേര് പറഞ്ഞ് ഉറക്കെ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നു. മത്സരത്തിൽ 2 ഗോളടിക്കുകയും അച്ഛന് കൊടുത്ത വാക്കുവാൻ പാലിക്കുകയും ചെയ്യുന്നു. അതും 1 അല്ല 2 അല്ല 3 തവണ. ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ആരെയും കുറിച്ചല്ല, ഒരു കാലഘട്ടം മുഴുവൻ ഫുട്ബോൾ ലോകം അടക്കി വാണിരുന്ന പെലെ.